അപ്പോൾ നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്ക് നമ്മൾ പോയ ഫെസ്റ്റിവൽ കാണാൻ പോയതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ ഇത് അവതാറിൻ്റെ സെറ്റാണ്. ഫിലിം ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ ആയിരിക്കും സെറ്റ് ഒന്ന് ഭയങ്കര സൂപ്പറായിട്ടുണ്ടായിരുന്നു കാണാൻ. കണ്ടു നോക്ക് കേട്ടോ. ഇന്ന് വരെ അവതാർ സിനിമ കാണാത്തവരുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഞാനും ആ കൂട്ടത്തിൽ തന്നെ ഒക്കെ ഉള്ളതാണ് കേട്ടോ. അവതാർ ഫിലിമൊന്നും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് പാർട്ടും കണ്ടിട്ടില്ല, സെക്കൻഡ് പാർട്ടും കണ്ടിട്ടില്ല. പകരം എന്തായാലും ഇങ്ങനെ പോയി കണ്ട്. പക്ഷേ എനിക്ക് ഈ സെറ്റ് ഒരുപാട് ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ് കാണാൻ. ആ ഒരു കളറാണ് എന്തായാലും. ഇങ്ങനെ സ്റ്റേജിടണമെങ്കിൽ അവർ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. നമ്മൾ നോക്കുമ്പോൾ 100 രൂപയ്ക്ക് എന്തോ കാണാമെന്ന്, പക്ഷെ അവർ എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നതല്ലേ. ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി ഓരോ മാർഗ്ഗങ്ങൾ. എന്തായാലും വളരെ നല്ല രസമുണ്ട്. ആ ഒരു അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ആ ഒരു ഈ ലൈറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട് ഒരു മരത്തിൽ താഴോട്ടിങ്ങനെ. എനിക്കതങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു വീഡിയോ ഒക്കെ എടുക്കാനും റീൽസൊക്കെ എടുക്കാനും പറ്റിയടോ. പക്ഷേ ഞങ്ങൾ കുറേ ആയപ്പോഴത്തേക്ക് അങ്ങ് ക്ഷീണിച്ചു. നമ്മൾ ബീച്ചിൽ വന്നിട്ട് ആ മണ്ണിൽ കൂടെ നടന്ന് ഇതിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ തന്നെ നമ്മളൊരു പരുവാകും. നല്ല മണ്ണാണല്ലോ, പെട്ടെന്ന് നടന്നു വരാമല്ലോ. ബീച്ചിലെ മണ്ണ് അസാധ്യമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അകത്ത് കയറിയത്. അകത്ത് കയറിയപ്പോൾ നല്ല AC-യുടെ ഒരു കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ വെയിലത്ത് ക്ഷീണിച്ചൊക്കെ പോകുന്നവരാണ് ഒരു 100 രൂപ മുടക്കിയ ഓരോ സമയം നമുക്കിതിനകത്ത് എല്ലാം ഇത് കാണുകയും ചെയ്യാം. അത്രയും വെയിലത്തൊന്ന് ചൂടത്തൊന്ന് നമുക്കൊരു സുഖമായിട്ടൊന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും പറ്റുന്ന ഒരിടമാണ്. എന്തായാലും നല്ലൊരു എഫേർട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടോ? കമൻറ്റ് ചെയ്യണേ. കുറച്ച് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി മ്യൂസിക് ഇടാമെന്ന് വെച്ചാൽ അപ്പോൾ കൊണ്ട് ഇതിനകത്ത് കോപ്പിറൈറ്റ് കാണിക്കുന്നു. എന്നാൽ പിന്നെ ഫുൾ റെക്കോർഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് കോപ്പിറൈറ്റ് അടിച്ച് എനിക്ക് വ്യൂസും ബാച്ച് അവറും കിട്ടിയില്ലേ എങ്ങനെ. അങ്ങനെ ഈ പറഞ്ഞ ലൈറ്റാണ് കേട്ടോ. നല്ല രസമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല രസമുണ്ട്. നമ്മുടെ കൂടെ ആരെങ്കിലും കുറച്ചുകൂടെ നന്നായിട്ട് ബെറ്ററായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് വരാനാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഇറങ്ങുമ്പോൾ ചെല്ലുന്നത് സ്റ്റോളിലോട്ടാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറേ സ്റ്റോളുണ്ട്. ഫുഡ്, അച്ചാർ, പായസം, അത് ഇത് എന്തൊക്കെയാണോ കിട്ടാവുന്നതെല്ലാം കിട്ടും. അപ്പം ഞങ്ങൾ വാങ്ങിച്ചത് ബട്ടറിൻ്റെ ചോളപ്പൊരിയാണ് മേടിച്ചത്. അത് കഴിഞ്ഞാണ്ട് നമ്മളോരോ മൊജിറ്റോ വാങ്ങി. ഞാൻ ബ്ലൂ മൊജിറ്റോയും അവർക്ക് രണ്ടുപേർക്കും കിവി മൊജിറ്റോയും. അപ്പോൾ കുഞ്ഞൂസ് അത് കടിച്ച് പറിച്ച് ആകെ ഇതാക്കി വെച്ചേക്കുവാണ്. എനിക്ക് ബ്ലൂ മൊജിറ്റോ ഒരുപാട് ഇഷ്ടമായി. കിവിയൊക്കെ കുടിച്ചാൽ നമ്മുടെ ഒരു ക്ഷീണം മാറത്തില്ല. ഇതെല്ലാം ആകുമ്പം ഒരു നല്ല ക്ഷീണം മാറും, ഒരു റിഫ്രഷ് മൂഡ് കിട്ടും. ഞങ്ങളുടെ കുഞ്ഞൂസാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് കേട്ടോ. അവൻ്റെ കളി കണ്ടുകൊണ്ട് അവിടെയുള്ള കടക്കാരൻ അവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുവാണേ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കണം. എന്ത് രസമാണെന്നറിയാവോ. നമ്മളവിടെ കുറച്ച് നേരം കറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ബീച്ചിനോട് വിട പറയുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഫുൾ കാണണം കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.